വ്യൂവേഴ്സ്, ദർശന ടി വി പ്രേക്ഷകരെ ഏവരെയും ഇന്നത്തെ സഫലമി യാത്രാ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് ഷാർജയിൽ നിന്നാണ്. ആസ് യു ഓൾ നോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വളരെ ഒരു വലിയ എമിറേറ്റാണ് ഷാർജ. ആൻഡ് ടോട്ടലി ലിക്കർ ബാൻ ചെയ്ത ഒരു എമിറേറ്റാണ് ഈ ഷാർജ. ബിക്കോസ് ഷാർജനെ കുറിച്ച് മാത്രമല്ല, ഇവിടെ എമിറേറ്റിൽ ഓരോരോ സ്ഥലങ്ങൾ, ഓരോരോ എമിറേറ്റിനെ കുറിച്ചും പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വി ഹാവ് വൺ മോർ വാല്യുബിൾ റീസൺ ടു കം ഹിയർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മലയാളികൾ ഗൾഫ് രാജ്യം നോക്കി ജീവിതമാർഗം തേടി എത്തുകയും ഇവിടെ ഈ മലയാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയ്ക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ആംബിഷനോട് കൂടി ജീവിക്കുന്ന ഒരുപാട് മലയാളികളെയാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണപ്പെടുന്നത്. അങ്ങനെ ഒരു മലയാളി ഫാമിലിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആൻഡ് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വിമൻ. ഇവിടെയും ഒരു മാനിൻ്റെ വിക്ടറിക്ക് ബിഹൈൻഡ് ഒരു വിമൻ ഉണ്ട്. സോ ടുഡേ ഐ ടേക്ക് ദിസ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോർ ദിസ് പ്രോഗ്രാം. ആൻഡ് ചാൻസ് ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ശ്രീനിവാസ് മേനനാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിൻ്റെ വൈഫ് ബീന മേനൻ നമ്മോടൊപ്പമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം മാഡം. വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ദോ വി ഹാവ് നോട്ട് പ്രാക്ടിക്കലി ഗെയിൻ ദാറ്റ്. പറയുന്ന അവിടെ നിന്ന് കിട്ടുമ്പോൾ ശരിക്കും നല്ലൊരു സുഖമുള്ള എക്സ്പീരിയൻസ് ആണ്. കുറേ കഷ്ടപ്പാടുകളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കുറേ കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു റിസൾട്ട് എന്താണ് നമ്മൾ ഇവിടുത്തെ മലയാളികളുടെ ജീവിതത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. എനിവേസ്, ലെറ്റ്സ് കം ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. നാട്ടിലെവിടെയാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിലാണ്. അവിടെ ഒരു പുല്ലൂറ്റ് എന്നുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി വളരെ ഫേമസ് ആണ്. ആ ഒരു ഫേമസ് ആയ പ്ലേസ് എന്നാണ് സാറിൻ്റെ അതെ വരവ് ഇങ്ങോട്ടേക്ക്. അതും കൂടാതെ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയാണ് KKTM കോളേജ് എന്നുള്ളത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മെമ്മോറിയൽ കോളേജ് അവിടെയാണ്. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അച്ഛൻ അമ്മ? അച്ഛൻ ഗൾഫിലായിരുന്നു. 90-ൽ ആൾ മരിച്ചു. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളത്. അച്ഛൻ എന്തായിരുന്നു ചെയ്യേണ്ടായിരുന്നത്? ഹി വാസ് വർക്കിംഗ് ഇൻ ഗൾഫ് ഓൺലി. വർക്ക് ചെയ്യായിരുന്നു? വർക്ക് ചെയ്യായിരുന്നു. നോട്ട് എ ബിസിനസ്മാൻ? നോ, ഹി വാസ് നോട്ട് എ ബിസിനസ്മാൻ. ഓക്കേ. അപ്പോൾ ഫാമിലിയിൽ വേറെ ആരുമേ ഇല്ല. യു ആർ ദ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്മാൻ? അങ്ങനെ പറയാം. അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റൂ. എന്തായിരുന്നാലും കമ്മിങ് ടു യു, നാട്ടിലെവിടെയാണ് സ്ഥലം? എൻ്റെ വീട് കൊടകര. കൊടകര. ഓക്കെ. അച്ഛനും അമ്മയും? അമ്മയും അച്ഛനും ടീച്ചറും മാഷുമായിരുന്നു. അത് ശരി. ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ നിന്ന്, ഒരു എഡ്യൂക്കേഷൻ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴായിരുന്നു രണ്ടുപേരും കൂടി ജീവിതത്തിൽ ഒരുമിക്കുന്നത്? 96 ഫെബ്രുവരി 11th ഒരു എന്താ പറയുക, ഒരു നല്ല ലൈഫ് പാർട്ട്ണറിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഫാന്റാസ്റ്റിക്. അച്ഛൻ്റെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്? They teach me how to love. How to love. A great thing. And how to be honest. How to be sincere. Love, That's honesty and sincerity. They teach me. ഇത് അച്ഛനും അമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. എത്രത്തോളം അവർ ജീവിതത്തിൽ എൻ്റെ സ്വാധീനിച്ചു? അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു തിങ്ക് ഗുഡ്, യുവർ വിഷൻ വിൽ ബി ഗുഡ്. ഓട്ടോമാറ്റിക്കലി യുവർ കർമ്മ വിൽ ബി ഗുഡ്. ദെൻ the done also good, fruit also good. So think good, remain, leave it. എത്രത്തോളം അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം ജീവിതത്തിൽ? Throughout my life. Throughout your life until now. Yes. അച്ഛൻ പറഞ്ഞു തന്ന ഈ honesty, love, sincerity, 3 words. ഇത് ജീവിതത്തിൽ This I had a say, I'm not a Bhagavan to be 100% നമ്മൾ right. ആർക്കും ആ ഒരു നിലയ്ക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഹിന്ദിക്കാർ പറയുന്ന പോലെ बार बार गलती करे शैतान, कभी गलती करे और एहसास हो जाए वो तो इंसान, कभी ना गलती करे भगवान. So I'm not telling that I did not did mistakes. I had done. Of course, everyone, Yes. every human being. But maybe unknowingly that. But in fact, wherever I come to know that, I had taken the solution and I rectified also. അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അറിയാതെ ചിലരും ചെയ്യും, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രത്തോളമാണ് സാർ ഇത്? ബിക്കോസ് എപ്പോഴും നമ്മൾ ഒരു
ഹസ്ബൻഡായി കിട്ടുമ്പോൾ ഹസ്ബൻഡിൻ്റെ നല്ല ക്വാളിറ്റീസ് ഓബ്വിയസ്ലി വൈഫ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. എത്രത്തോളം അദ്ദേഹം ഈ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്? മാക്സിമം ഐ തിങ്ക് 99.9%. 99.9%. 0.1% മാത്രമേ 0.1% എനിക്ക് പറയാൻ പറ്റില്ല. 99.9% എനിക്ക് അത് തന്നെ ഒരു വലിയ സക്സസ് ആണ്. ബിക്കോസ് ഇത് മൂന്നും സാറിൻ്റെ ജീവിതത്തിൽ സാറിന് ഏറ്റവും വലിയ സമ്പത്തായി കിട്ടിയ സാറിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ്. തീർച്ചയായും. ബിക്കോസ് യു വിൽ നെവർ ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ്. ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല വഴിക്ക് നയിക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ അവരില്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല എന്ന് തന്നെ പറയാം. ആൻഡ് മാഡം നേരത്തെ പറഞ്ഞായിരുന്നു മാഷായിരുന്നു, മാഷും ടീച്ചറായിരുന്നു. സാറിൻ്റെ മാഡത്തിൻ്റെ അച്ഛൻ അമ്മയുടെ അടുത്ത് നിന്ന് എന്തൊക്കെ ക്വാളിറ്റീസാണ് പഠിച്ചെടുത്തിരിക്കുന്നത്? ഇതും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. സിൻസിയാരിറ്റി, ലവ്, ഹോണസ്റ്റി. ഹോണസ്റ്റി. ഇത് മൂന്നും ജീവിതത്തിൽ നല്ല ഒരു നിലയ്ക്ക് എത്തുവാണെങ്കിൽ ഇത് മൂന്നും ഫോളോ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി എത്തും. ആൻഡ് കമ്മിങ് ബാക്ക് ടു യു, അച്ഛൻ നേരത്തെ ഗൾഫ് രാജ്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനുള്ള കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു താങ്കളും ഗൾഫിലെത്തിയത്? അല്ല, അച്ഛൻ 84 വൈൻഡ് ഓഫ് ചെയ്തിരുന്നു. ഞാൻ 93 ഓഗസ്റ്റ് 8 ഞാൻ ദുബായിൽ വരുന്നത്. KKTM കോളേജിൽ നിന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഗൾഫിലേക്ക് പറക്കുകയാണ്? ഇല്ല, ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ. 85 ഞാൻ ബോംബെക്ക് പോയി. ഓക്കെ. അവിടെ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും ചെയ്തു, പിന്നെ അവിടെ പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഐ ഹാഡ് ഡൺ മൈ LLB ഫ്രം മിഠിബായ് ആൻഡ് I was working there. Still my boss he didn't cancel or he didn't accept my resignation so far. Oh, എത്ര വർഷങ്ങളായി? 20 years. 20 years. My God. 93 August 8 I left, but he is my godfather. My God. And still my name is in master holder. അപ്പോൾ ഇപ്പോഴും പോവാറുണ്ടോ ആ കമ്പനിക്ക്? Of course. When he comes here, he come to me and meeting me. ഇപ്പോഴും റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല? No, he didn't accept it. Still I am getting the Deepavali cover. From the organization you have worked there for? It's 11 rupees only. But still that 11 rupees means a lot. അതിന്റെ വാല്യൂ വേറെ തന്നെയാണ്. Still I getting മണി വാല്യൂ അല്ല നമ്മൾ നോക്കുന്നത്, ആ വ്യക്തി ഇദ്ദേഹത്തിന് തരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്. If I'm going to Bombay normally 4 to 5 times in a year, but if I go there, my 2 cousins are there, this boss is there, Siddhi Vinayak, Mahalakshmi, Sirdhi Sai Baba. This is my target. ഇന്നും ദീപാവലി കവർ റിസീവ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ എന്തോ ഒരു ക്വാളിറ്റിയാണ് അവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നത്? സിൻസിയാരിറ്റി. താങ്കൾ പറയും എന്ത് ക്വാളിറ്റി അവിടെ പ്രൂവ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ സ്നേഹം, ഇത്രയും വലിയൊരു സമ്പത്ത് നേടിയെടുത്തിരിക്കുന്നത്? ഇത് എല്ലാ വ്യക്തിയുടെ ജീവിതത്തിലും കിട്ടുന്ന ഒരു gift. If you are good, God will connect you good people. I believe this. ആ റെസ്പെക്ട് ഈവൻ എനിക്കും കിട്ടുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ. യു ഫീൽ വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. വെരി പ്രൗഡ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇന്നത്തെ ഇൻ്റർവ്യൂന്ന് പ്രേക്ഷകർ കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയിട്ടാണ്. ആൻഡ് സർ, അവിടുന്ന് ദുബായിലേക്ക് വരാൻ എന്തായിരുന്നു കാരണം? ഇത്രയും ഒരു നല്ല ഒരു സ്ഥലത്ത് നല്ലൊരു ബോസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് വിട്ടുവരാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. ഞാനാണ് മൂത്തത്. അപ്പോൾ ബോംബെയിൽ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൻ ആദ്യം ഒരു ജോലിക്ക് ഇവിടെ വന്നു, പിന്നെ എന്തോ ഒരു റീസണിൽ ഇത് സെൻഡ് ബാക്ക് ഹിം ആഫ്റ്റർ 15 days. അപ്പോൾ അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോൾ സിസ്റ്ററുടെ ഹസ്ബൻഡും ഇവിടെയാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് അവരെ അങ്ങോട്ട് വന്ന് കണ്ടപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക ഹോം അറ്റ്മോസ്ഫിയറൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്കും അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ വേണമെന്ന് ഫീൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആൻഡ് ഐ ഡിഡ്ന്റ് സ്പെൻഡ് എ സിംഗിൾ ഫിൽസ് ടു കം ഹിയർ. All your sister took care? No, all is given by that company who had taken me. Oh, here who have hired you from India? And still he is my supplier. I see. A great thing actually. ഏത് കമ്പനി ആയിരുന്നു ആദ്യം? ഒരു സാഫ് ട്രേഡിംഗ് എന്നും പറഞ്ഞുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എന്തായിട്ടായിരുന്നു? ഞാൻ സെയിൽസിലായിരുന്നു വന്നിരുന്നത്. What was your first remuneration package here? Here is 1,200 dirhams. Okay, 1,200. And you won't believe that when I was working in Bombay, it was my 500 rupees was my salary. 500 rupees.
500 rupees-ന് 1,200 dirhams. Starting is അതന്നെ when I left- 500 no, no. rupees-ന് When I left that company, it was near to 8,000 8,000. Okay. in 93. And when I joined here, it was beginning was 1,200. When I left this company, leaving that company, that time I was drawing 3,500. നമുക്ക് എപ്പോഴും It ഒരു is in 96. 96 നമുക്ക് ആ ഗ്രോത്ത് പാറ്റേൺ അല്ല, നമുക്ക് ഫസ്റ്റ് ഇന്ത്യൻ No, why റുപ്പിയിൽ I was- മേടിച്ച 500 രൂപ, ഫസ്റ്റ് Yes. ദിർഹം മേടിച്ചത് 1,200 ദിർഹം. No, why I was getting more increments? Because of my work results. ജീവിതത്തിൽ കടപ്പാടുണ്ടെങ്കിൽ ആരുടെ അടുത്താണ് ആ കടപ്പാട് കൂടുതൽ? First എൻ്റെ അമ്മ, അമ്മ. സെക്കൻഡ് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ. അദ്ദേഹമാണ് എന്നെ ബോംബെക്ക് കൊണ്ടുപോയതും ഈ എൻ്റെ അജിത് ചക്കർ എന്നുള്ള എൻ്റെ ബോസിനെ പരിചയപ്പെടുത്തിയതും. സോ ഇന്നും ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു. അദ്ദേഹമാണ് എന്നോട് എൻ്റെ ഒരു നുണ പറഞ്ഞത് പിടിച്ചിട്ട് എന്നെ വഴക്ക് പറയുന്നതിന് പകരം അദ്ദേഹം അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമയ്ക്ക് പോയി, തിരിച്ചു വന്നു ലേറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ആ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്ന് അങ്കിളിനെ കാണാൻ വന്നിരുന്നു. Oh my God. അപ്പോൾ ഞാനിത് അങ്കിളിനോട് പറയുന്ന സമയത്ത് ഒബീവിയസ്ലി ഹീ നോ ദാറ്റ് ഐ എം ടെല്ലിങ് ലൈ. സോ ഹീ ടോൾ മീ ദാറ്റ് ഡോണ്ട് സേ ലൈ. എനിക്കൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ നീ 100 സിനിമയ്ക്ക് പൊക്കോളൂ, പറഞ്ഞിട്ട് പോകണം. അതിൻ്റെ പെയിൻ എത്രയായാലും ശരി. അത് സിൻസ് ദാറ്റ് ഡേ സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ് ഡേ. ആൻഡ് മാഡം പറയൂ, ലൈക്ക് ഇത്രയും ഒരു വർക്കിന് പ്രൊഫഷണൽ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ് താങ്കൾ. എപ്പോഴെങ്കിലും ഒരു പരിഭവം തോന്നിയിട്ടുണ്ടോ? ഫാമിലി നോക്കാതെ ഇങ്ങനെ ഇത്രയും സമയം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഹസ്ബൻഡ് അങ്ങനെ സമയം കിട്ടാതെ വന്നിട്ടില്ല. കാരണം ഇവിടെ ഹോളിഡേ വരുന്നത് ഫ്രൈഡേ ആണ്. തേഴ്സ്ഡേ ഫ്രം 7 ഫ്രൈഡേ 7 വരെ വേറെ ഒരു വർക്കും ചെയ്യാറില്ല മാക്സിമം. പിന്നെ ഉച്ചയ്ക്ക് കുട്ടികളുടെ കൂടെ ഒരു പ്രാവശ്യം ദിവസത്തിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഭക്ഷണം. അപ്പോൾ അതിലെനിക്ക് ഞങ്ങൾക്കുള്ള സമയം അതിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. ആൻഡ് പറയൂ, ഭാര്യ ഇത്രയും പോസിറ്റീവായിട്ട് താങ്കളെ കുറിച്ച് പറയുന്നുണ്ട്. വാട്ട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഷീ ഹാസ് ഇൻ ഹർ ലൈഫ്? No, she is a postgraduate. I am also postgraduate. And when I started in 96 this business, okay, it's not very easy to come up, flourish in couple of months or couple of years. It need high infrastructure, takes lot of time, lot of effort. So അന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളൊരു സ്ലോഗൻ എന്ന് വേണമെങ്കിൽ പറയാം, ശ്രീനിയേട്ടാ എന്തിനാ തളരുന്നേ, ഞാനും പഠിച്ചതാ നിങ്ങളും പഠിച്ചത്, ഇത് ഫെയിലായാൽ നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയി ഒന്നുമില്ലെങ്കിൽ അജിത് ഭായിയുടെ അടുത്ത് പോയി ആ ജോലി കിട്ടുമല്ലോ. ഫാന്റാസ്റ്റിക്. എന്തിനാ നമുക്ക് ഭയക്കുന്നത്? സോ ഗോ ഹെഡ്. ആ ഒരു മോറൽ സപ്പോർട്ട് ഒരു ആണിനെ എവിടെ വേണമെങ്കിൽ എത്തിക്കും. തീർച്ചയായും അതാണ് ആ എനർജി. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഈ ഡ്രൈവ് കിട്ടുന്നത്, എവിടെ നിന്നാണ് ഈ എനർജി കിട്ടുന്നത്? ഐ ജസ്റ്റ് വാണ്ട് ടു പുൾ ദാറ്റ് ഫ്രം യുവർ മൗത്ത് എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പം അതിൻ്റെ ആൻസർ കിട്ടി. നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല നിലയ്ക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വൽ സപ്പോർട്ട്, ഈക്വൽ സാക്രിഫൈസ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ വിമൻ ഐ റിയലി സല്യൂട്ട് യു ഫോർ ദാറ്റ്. ഇത്രയും ഒരു എനർജി കൊടുത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രയും ഒരു നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. നല്ല മോറൽ സപ്പോർട്ട് പറഞ്ഞില്ലേ, പാർട്ട്ണർ പറഞ്ഞില്ലേ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അശോക് ഷിറോയ. Now when ഞാൻ ഇവിടെ ദുബായിൽ വന്ന സമയത്ത് എൻ്റെ ഈ ഇപ്പോൾ ഉള്ള പാർട്ട്ണറെ ഞാനൊരു പാർട്ട് ടൈം അക്കൗണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ 96 Jan 31 അദ്ദേഹത്തിൻ്റെ വർക്ക് മുഴുവൻ ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനായിട്ട് ബിസിനസ് ചെയ്തിരുന്നേ, ഹി ഹാഡ് മെയ്ഡ് എ ബിഗ് ലോസ് ഫോർ യു, ദിസ് ഇസ് സോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യാം, യു ബി ദ മാനേജർ. ഒരു വലിയൊരു ഫിഗറിലുള്ള സാലറി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ട്, ഒരു ചെറിയൊരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഒരു ഹോൾസെയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു. അദ്ദേഹമാണ് എനിക്ക് ഫിനാൻസ് എല്ലാം തന്നത്. ലാസ്റ്റ് സേ 12 years, നോട്ട് 12, rather 14 years അദ്ദേഹത്തിൻ്റെ പേര് പാർട്ട്ണർഷിപ്പായിട്ട് ഞാൻ
എൻ്റെ അക്കൗണ്ട്സിലുണ്ടെങ്കിലും ഹി വാസ് ലീഗലി നോട്ട് എ പാർട്ട്ണർ. കഴിഞ്ഞ 3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ലീഗലി അദ്ദേഹത്തെ അതിലേക്ക് ചേർത്തത്. 12 വർഷമായിട്ട് പക്ഷെ പാർട്ട്ണറായിട്ട് കൊണ്ടുവന്നത്. അതെ. അപ്പോൾ അദ്ദേഹമാണ് എന്താ പറയുക, ഈസ് മൈ ബാക്ക് ബോൺ. ചാൻസ് ബിൽഡിംഗ് മെറ്റീരിയൽ കോൺട്രാക്ടിംഗ് കമ്പനി എപ്പോഴാണ് കോൺട്രാക്ടിങ് ട്രേഡിംഗ് കമ്പനി എപ്പോഴാണ് തുടങ്ങുന്നത്? 96 ജൂൺ 26. 96 തുടങ്ങുകയാണ്. Coming June 26, she is going to be 17. She is going to be 17. Great. എന്തൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്? Nails, screws and tools, hardware items, locks, hinges, so many items. We own import more than 3,000 items are there. ഇന്നത്തെ ഈ ബിസിനസ് നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് നേടിയെടുത്ത എക്സ്പീരിയൻസ് ആണോ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള? No, they train me like anything to face any situation. So they had given very best training in my life. They have groomed you properly. Yes. From there I trained. അതാണ് ഒരു ജീവിതത്തിൽ നമുക്ക് പറയുന്ന ഓരോരോ വ്യക്തി. No, they teach me how to accept the challenge in life. So when I was leaving from on 96 Jan 31, I cancelled the visa and I was leaving from them. അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ചാൻസ് ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ജനനം. അവർ ചോദിച്ചത് നിങ്ങൾ വേറെ ഇതുപോലത്തെ ബിസിനസ് തുടങ്ങാൻ പോവുകയാണോ എന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ബട്ട് യു ഫോഴ്സ് മീ ടു think like that. Now I am trying to do that. ആ ഒരു നിമിഷം ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ബിസിനസ്. Yes, it was 6:20 evening. 6:20 in the evening. എല്ലാ ടൈമിംഗ് വളരെ കൃത്യമായി ഓർമ്മ വെച്ചിട്ടുണ്ട്. Because of course it's training of my life. Then 7:30 I met Ashok Shiroya. Okay. There I discussed with him. He given the green signal. Go ahead. All happened in one evening. Yes. ഒരു പുതിയ കമ്പനിയുടെ തുടക്കമായിരുന്നു. ആൻഡ് എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഈ കല്യാണം ഫിക്സ്ഡ് ആയിരുന്നു. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ. ഞങ്ങൾ രണ്ടുപേരെ ഫ്രണ്ട്സ് ആണ്. ഓഹോ. ആൻഡ് മാഡം ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് വളരെ പവർഫുള്ളായ ഒരു ലേഡിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡിയുടെ നേതൃത്വത്തെ കൊണ്ടുവരുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി anyway, can even go down, can even go up. Everything is there in women's power. ഇന്നിപ്പോൾ ഞാൻ മാഡത്തിൻ്റെ ആക്ടിവിറ്റീസ് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വളരെ പവർഫുൾ ലേഡിയാണ്. ഹോം മെയിൻ്റനൻസ് കംപ്ലീറ്റ്ലി മാഡം തന്നെയാണ്. ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ അവർ നോട്ട് ഓൺലി ദാറ്റ്. എൻ്റെ ഓഫീസിൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എന്നോട് പറയാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ വന്ന് പറയുന്നത് ഇവിടെയാണ്. എനിക്ക് 2 മാസത്തെ ലീവ് വേണം അല്ലെങ്കിൽ 15 ദിവസം കൂടുതൽ വേണേ, മാഡത്തിനോട് പറയാം. ഡയറക്റ്റ് ഇൻവോൾവ് ആവാറുണ്ട്? ഇല്ലില്ല, ഡയറക്റ്റ് ഇല്ല. എന്നാലും എന്താ പറയാ, ഇപ്പം മോളുടെ 10th ആയതുകൊണ്ട് കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും പോവാറുണ്ട്. ആൻഡ് എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പോൾ? We have 15. 15. Now next month will be 20. സംവെയർ ഡൗൺ ഫ്രം കൊടുങ്ങല്ലൂർ അവിടുന്ന് ജേർണി ചെയ്തിട്ട് വന്ന ഒരു മലയാളി ഇവിടെ UAE-ലെത്തി. പിന്നെ കുറേ വർഷങ്ങൾ പ്രൊഫഷൻ ജീവിതം നീണ്ടിച്ച് ദെൻ യു സ്റ്റാർട്ടഡ് എ ബിസിനസ് വേറസ് ടുഡേ യു ക്യാൻ ഗിവ് ലൈഫ് ഫോർ 20 people and 20 families. How do you feel about അത് ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് വേറെയുണ്ട്. ഇൻഡയറക്റ്റ് എത്ര പേരുണ്ട്? ഇൻഡയറക്റ്റ് then and there you take on freelancing basis അങ്ങനെയാണ് എടുക്കുന്നത്. ബട്ട് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസം അവർക്ക് നമ്മളെ കൈ കൊണ്ട് കൊടുക്കുന്ന ഒരു ശമ്പളം തന്നെയല്ല. സാറിൻ്റെ ജീവിതത്തിന്റെ ബാക്ക് ലൈഫ് ടേൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ജീവിതത്തിനെ കുറിച്ച് എന്താ തോന്നുന്നത്? വാട്ട് ഡു യു ഫീൽ അബൌട്ട് യുവർ ഓൺ ലൈഫ്? God gives, God takes. Nothing behind that. See, I born to hard work. I'm doing it. Born hard worker. Born to hard work. And fruit is given by God. ദൈവവിശ്വാസം എപ്പോഴും 101%. കയ്യിൽ കുറേ കയറും ഇതൊക്കെ അല്ല, നല്ല വിശ്വാസമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ 100% റിസൾട്ട് കിട്ടുന്നു. ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു 1% തോന്നും അത് ശരിയാവോ,
അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല. നെഗറ്റീവ് ആസ്പെക്റ്റേ ചിന്തിക്കാറില്ല. അങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും, കിട്ടില്ല എന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളെ ആഗ്രഹിക്കാറുള്ളൂ. അല്ലാതെ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് നടക്കും അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യമായില്ല അത് സക്സസ്ഫുള്ളി നടത്തി കൊണ്ടുപോകണം ചിന്ത. ആൻഡ് മാഡത്തിന് എത്രത്തോളം ദൈവവിശ്വാസമുണ്ട്? എനിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മുകളിൽ ഒരു പവറുണ്ട്. ആ പവറിനെ അഫ്കോഴ്സ് വി ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ഷുഡ് ടേക്ക് വിത്ത് അസ്. നമ്മളത് മറന്ന് വിട്ടു പോകുമ്പോഴാണ് നമുക്ക് വേറെ രീതിയിലുള്ള ചിന്താഗതികളും നമ്മുടെ ലൈഫ് ഡീവിയേറ്റ് ആയി പോകുന്നത്. എപ്പോഴും ഞാൻ ജീവിതത്തിൽ ഇന്ന് കുറേ ദൈവത്തിനൊപ്പം തന്നെ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് സ്ഥാനം. അമ്മയില്ലാതെ വേറൊന്നുമില്ല. പിന്നെ അതും ഒരു ഈ നല്ല ക്വാളിറ്റീസ് ആണ് ബ്ലെസ്സിങ് ആയിട്ട് തിരിച്ച് കിട്ടുന്നത്. അഫ്കോഴ്സ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യരുടെ അകത്ത് ഇത്രയും നല്ല ക്വാളിറ്റീസ് ഉള്ളവർ അഫ്കോഴ്സ് ഞാൻ കണ്ടിരിക്കുന്ന ജീവിതത്തിൽ നല്ല രീതിയിലാണ്. അത് ആ ഒരു മിറാക്കിൾ തന്നെയാണ്. ബിക്കോസ് ദൈവം എന്നുള്ളത് അല്ല, ഒരു ദൈവവിശ്വാസിക്ക് മാത്രമേ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നവന് മാത്രമേ അവന് ഭാര്യയും കുട്ടിയും സ്നേഹിക്കാൻ പറ്റൂ. അതൊരു ഇറ്റ്സ് എ ലിങ്ക്. ആൻഡ് ഇത്രയും ഒരു വലിയ രാജ്യത്തിൽ വന്നിട്ട് ഇത്രയും ഒരു നല്ല നിലയ്ക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ രാജ്യത്തിനോട് ഒരുപാട് കടപ്പാടുണ്ടാവും. ഇവിടുത്തെ ഈ കൾച്ചറിനെ കുറിച്ചും ഈ ഭരണാധികാരികളെ കുറിച്ചും എന്തൊക്കെയാണ് പറയാനുള്ളത്? അവരുടെ സഹായം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇവിടെ നിൽക്കാനും പോലും അല്ലെങ്കിൽ നമുക്കിതുപോലെ വളരാനോ ഒരു ചാൻസ് അതന്നെ കമ്പനിക്ക് തന്നെ ചാൻസ് എന്നുള്ള ഇട്ടിരിക്കുന്നത്. I give the chance to everyone. God has given you a chance and you have given chance to that also there was a story behind that. During the June 96 I was giving the names for a trade name Chamber of Commerce. After 86 names all names rejected. എന്തെങ്കിലും ഒരു പേരിന് സാമ്യം വന്നാൽ ഇവിടെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ഡയറക്ടർ മിസ്റ്റർ ജർവാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, മേനോൻ ലെറ്റ് മീ ട്രൈ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനോ ആകെ തളർന്നു. 4 ദിവസമായിട്ട് 86 പേര് കൊടുത്തിട്ടും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു ചാന്ദ് ബിൽഡിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ചന്ദ്രനെങ്കിൽ ചന്ദ്രൻ 15 ദിവസമെങ്കിലും നന്നായിരിക്കുമല്ലോ. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇറ്റ്സ് എ ചാൻസ്. Then I said myself, it's my chance. Great. That name has some story behind it. It's my chance. And ഇവിടെ ഇത്രയും ഒരു നല്ല നേരത്തെ പറഞ്ഞ മാതിരി നല്ലൊരു ചാൻസ് കിട്ടിയതാണ്. എപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ പോകുന്നത്? അവിടെ എപ്പോഴാണ് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം? Still since 4 years it's in my dream. I'm not getting the right man. You're not getting the right man. So what is your future ambition? എന്താണ് ജീവിതത്തിൽ ഇനി ആംബിഷൻ ആയിട്ട് കൊണ്ട് നടക്കുന്നത്? I should trade what I made. What you made? Okay. You want to get into the manufacturing industry? Correct. Okay, into the building materials. Correct. Fantastic. All the very best for that. May God bless you for that. So കുട്ടികളുണ്ട്? 2 പേര്. എന്താ ചെയ്യുന്നവര്? ഒരാൾ 10ാം ക്ലാസ്സിലാണ്. മകളുടെ പേര് ലക്ഷ്മി. അതെൻ്റെ അമ്മയുടെ പേരിൻ്റെ എൻ്റെ പേരും കൂടെ ചേർത്താണ് ശ്രീലക്ഷ്മി എന്നാക്കിയത്. ഓ ഫൈൻ ഫൈൻ. അമ്മയുടെ ലക്ഷ്മി എന്നാണ് പേര്? രാധാലക്ഷ്മി. രാധാലക്ഷ്മി. അമ്മയുടെ ലക്ഷ്മിയും ശ്രീനിവാസിന്റെ ശ്രീ എടുത്തു. ഇപ്പോഴും ജീവിതത്തിൽ അവരെ കൊണ്ട് നടക്കുകയാണ്. പാരൻസിന് നമ്മൾ തിരിച്ചു ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് കാലിൻ്റെ തള്ളവിരൽ ഒന്ന് പൊട്ടി എല്ല് പുറത്ത് വന്നു. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് വേദന അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് വീടെത്തിയപ്പോൾ അറിഞ്ഞ. അങ്ങനെ അടുത്ത വീട്ടുകാർ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അവർ ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ അവിടെ വീട്ടിലെത്തി. അപ്പോൾ അതെന്നെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിന്നെ അറിയിച്ചാൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നീ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കെന്ത് പറ്റിയാലും നീ എത്തും എന്നുള്ളത്. ആ ഒരു ധൈര്യം. And I told you, every night I talk to her. Every night. അത് വേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. of course നമ്മൾ അത് she is the only one for me. Who else?
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ജനറേഷൻ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നോ, എനിക്ക് വേറൊരു വിശ്വാസം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ പേരൻസിനെ സ്നേഹിക്കുന്നത് പോലെ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ തിങ്ക് എൻ്റെ മക്കൾ എന്നെ അതുപോലെ ഞാൻ കാണുന്നത് കണ്ട് അവർ ചെയ്യുക. വാട്ട് യു സോ ഈസ് വാട്ട് യു റീഡ്. ഓഫ് കോഴ്സ് വി ഓൾ ബിലീവ് ഇൻ ദാറ്റ്. എന്തായിരുന്നാലും ഒരു നല്ല ഒരു ബിസിനസ്മാനെ തേടി എത്തിയപ്പോൾ കിട്ടിയത് ഒരു നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, കുറേ നല്ല ക്വാളിറ്റീസ് കൊണ്ട് നടക്കുന്ന ഒരു ഹ്യൂമൻ ബീങ്. സന്തോഷം. അല്ല, തീർച്ചയായിട്ടും ഇത് എനിക്ക് മാത്രമല്ല, ഇത് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു വലിയ എക്സാമ്പിളാണ്. നമ്മൾ ശ്രമം നടത്തുന്നു നല്ലൊരു സൊസൈറ്റീനെ കൊണ്ടുവരാൻ ത്രൂ മീഡിയ. നമുക്ക് സൊസൈറ്റീനെ നല്ലൊരു സൊസൈറ്റി കൊണ്ടുവരാൻ നമുക്ക് ആൾറെഡി ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ നല്ല ക്വാളിറ്റീസ് ആയിട്ടും കഠിനാധ്വാനം ചെയ്തും ഹാർഡ് വർക്ക് മാത്രമേ ഒരു എന്താ പറയുക നമുക്ക് ഒരു ഗോളായിട്ട് കൊണ്ടു ചെല്ലുന്ന ഒരുപാട് മലയാളികളെ നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സക്സസ്. അതുമാത്രമല്ലാതെ നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നു. അതിന് മെയിൻ ക്രെഡിറ്റ് ഗോസ് ടു ഹർ ആൻഡ് ഓൾ ദി എന്താ പറയുക ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ യുവർ ഡ്രീംസ് ദാറ്റ് ഹാസ് who's just gathering all. Of course. കാരണം കുട്ടികളുടെ പഠിപ്പ് ഒന്നും സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ മോർ കെയർ ചെയ്യുന്നില്ല. കാരണം ഞാൻ വന്ന കുട്ടികൾ എൻ്റെ കൂടെ കളിക്കുള്ളൂ, പഠിക്കില്ല. സോ അത് കാരണം ഞാൻ രാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തുള്ളൂ. പഠിക്കുന്ന സമയം അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ഗ്രേറ്റ് തിങ്. ആൻഡ് രണ്ടുപേരും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കാൻ പോകുന്നത്? ബിക്കോസ് ഓഫ് കോഴ്സ് 100% യു ബോത്ത് ആർ ദ റൈറ്റ് പെയർ ടു ഗിവ് എ റൈറ്റ് അഡ്വൈസ് ടു ദി വ്യൂവേഴ്സ്. എന്തായിരിക്കും നിങ്ങൾ രണ്ടുപേരും അഡ്വൈസ്? ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പഠിച്ചത് എല്ലാവരും സ്നേഹിക്കുക, ലവ്, സിൻസിയറിറ്റി ആൻഡ് ദൈവവിശ്വാസം. ഇത് മൂന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് ഇത്ര ഹാർഡ് വർക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഉറപ്പാണ്. നമ്മൾ നാളെ എന്ത് നേടിക്കഴിഞ്ഞിട്ടും നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. പക്ഷേ നമ്മളുടെ പാരൻസും നമ്മളുടെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു സപ്പോർട്ട് ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഒരു അഡ്വൈസും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഐ എം സാറ്റിസ്ഫൈഡ് ടോട്ടലി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ടൈം. എന്തായിരുന്നാലും സമയം തന്നെ രണ്ടുപേർക്കും കൂടി ഒരു വലിയ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.